സുഹൃത്തുക്കളെ, അങ്ങനെ നമ്മൾ വണ്ടി എടുത്തു കഴിഞ്ഞിട്ട് കല്യാണ ഓട്ടം 7ാമത്തെ ഓടാൻ വന്നേക്കുവാണ്. നമ്മളിന്ന് വന്നേക്കുന്നത് നമ്മുടെ BMW-യിലാണ്. BMW കൊണ്ട് വന്നേക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റണ്ണിങ് വീഡിയോ വണ്ടിയുടെ എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഡീസൽ കളഞ്ഞ് രണ്ടാമത് വന്ന് എടുക്കണ്ടായല്ലോ എന്നുള്ളൊരു മൈൻഡിലാണ് നമ്മൾ ഇങ്ങനെ ഒരു തലച്ചോറ് എൻ്റെ തലയ്ക്കത്തിൽ നിന്ന് പുറത്ത് വന്നേക്കുന്നത്. പിന്നെ നമ്മുടെ വണ്ടിയെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി നമ്മുടെ കൂടെ ഉണ്ട്. അവനെ ഒന്ന് കാണിച്ച്. നമ്മുടെ കാണാതെ പോയ ഡ്രൈവർ നമ്മുടെ അടുക്ക വന്നിട്ടുണ്ട്. എവിടെ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞു പറഞ്ഞ പിള്ളേരെല്ലാം ചോദിക്കുന്നത് വണ്ടി ഓടിക്കാൻ മാത്രം എനിക്കറിയത്തില്ല, എനിക്ക് വഴി കുറവ് അറിയാവുന്നത്. ഇവനെ വിളിച്ചു കഴിഞ്ഞ് ഇവൻ വരത്തില്ല. ഇവൻ പറയുന്നത് എനിക്ക് കൊച്ചിന് ചോറൂണുണ്ട്, ആളുടെ കൊച്ചിനാണ് എനിക്കിപ്പോൾ അറിയണമെന്ന്. പറയണം നിനക്ക് ഞാൻ കൺമണി അല്ലാതെ വേറൊരു കൊച്ചുണ്ടോ എനിക്കിപ്പോൾ അറിയണമെന്ന്. കുടുംബത്തിലൊക്കെയല്ലേ. അത് തന്നെ നമ്മൾ അത്യാവശ്യം ആമിയെ വിളിക്കേണ്ടതാണ്. നന്ദുവിൻ്റെ ഭാര്യ ആമി എന്ന് പറയുമ്പോൾ ഇവർക്ക് അറിയത്തില്ലല്ലോ. കൺമണി, നിനക്കൊരു ചേച്ചിയോ അനിയത്തിയോ അല്ല അനിയനോ അനിയത്തിയോ എവിടെയോ പിറന്നിട്ടുണ്ടെന്ന്. എല്ലാ ഓട്ടത്തിനും നമ്മൾ നേരത്തെ വരികയും കസ്റ്റമർ താമസിച്ച് വരികയാണ് ചെയ്യാറ്. ഈ ഓട്ടത്തിന് നമ്മൾ താമസിച്ചും കസ്റ്റമർ നേരത്തെ വന്നു. എന്നിട്ട് നമ്മളൊരു അരമണിക്കൂർ വെയിറ്റിംഗ് ആണ് ആൾക്കാർ വരാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ നമ്മൾ നമ്മുടെ BMW എന്ന് വെച്ചാൽ സ്കൂട്ടറിൽ മുന്നോട്ട് പോകും വണ്ടിയുടെ വീഡിയോ എടുത്ത്, പിന്നെ നമ്മുടെ വണ്ടിയെ സ്നേഹിക്കുന്ന ഒരു പയ്യനുണ്ട് വണ്ടിക്കകത്ത് ഇന്ന് ഇരിക്കാൻ വേണ്ടിയിട്ട്. അവനാണ് ഇന്ന് നമ്മുടെ വണ്ടിയിലെ കിളി എന്നല്ല, ചുമ്മാ ക്യാബിൻ്റെ അകത്ത് ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരാൾ. അപ്പോൾ നമ്മൾ വണ്ടിയുടെ വീഡിയോ ആയിട്ടൊക്കെ വരാം. അപ്പോൾ നമ്മൾ കല്യാണ ഓഡിറ്റോറിയത്തിൽ വന്നേക്കുവാണ്. ആളെ കയറ്റുന്നതും ഇറക്കുന്നതും ഒന്നും ഇടാത്തതിൻ്റെ കാര്യം ചില ആൾക്കാർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് തരത്തിൽ അവരുടെ വീഡിയോ എടുക്കുന്നതൊന്നും. അതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ വണ്ടി ഇന്നത്തെ ഓട്ടം കഴിഞ്ഞിട്ട് നേരെ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോകും. ചില ആൾക്കാർ നമ്മുടെ വണ്ടിയെ എന്ത് കണ്ടുകൊണ്ടാണെന്ന് അറിയത്തില്ല കിടന്ന് കുറ്റം പറയുന്നത്. പക്ഷേ എനിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. രണ്ടാമത്തെ കാര്യം, എന്നെ സ്നേഹിക്കുന്നവർ നമ്മളെ സപ്പോർട്ട് ചെയ്യുക, അല്ലാത്തവർ ഈ വീഡിയോ സ്കിപ്പ് ചെയ്തങ്ങ് ഇറങ്ങിപ്പോൾ എനിക്ക് ഒരു വിഷയമുള്ള കേസല്ല. നമ്മൾ തട്ടേന്ന് നൂറിനാടാണ് ഓട്ടം വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് വണ്ടിയിലാണെങ്കിൽ വലിയൊരു പണി ഇട്ടിട്ടുണ്ടോ ഞാൻ നിങ്ങളെ കാണിച്ചു. എപ്പോൾ പറ്റി എങ്ങനെ പറ്റിയെന്നൊന്നും എനിക്ക് അറിയത്തില്ല. ഇടയിൽ കുറേ പേര് പറയുന്നുണ്ട് നമ്മൾ വണ്ടിയെ വരുന്ന കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടം കിട്ടത്തില്ലെന്ന്. ഇങ്ങനെ മാരകമായിട്ടുള്ള കംപ്ലൈൻറ്റും കാര്യങ്ങളൊന്നും അല്ല. ഓടുന്ന എല്ലാ വണ്ടിക്കും ഉണ്ടാകുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അത്രേ ഉള്ളൂ കേട്ടോ. ഇന്ന് നമ്മുടെ വണ്ടിക്ക് കിട്ടിയേക്കുന്ന വലിയ പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇതിൻ്റെ സ്ക്രൂ ഒടിഞ്ഞു പോയി. ഇത് കണ്ടോ സ്ക്രൂ. എന്താ ചെയ്യാൻ, ഒത്തിരി പൈസ ആവും, പക്ഷെ നമുക്ക് വിഷയമുള്ള കേസല്ല. അപ്പം ഇന്ന് പറ്റിയേക്കുന്ന വലിയ പ്രശ്നം ഇതാണ്. അപ്പം എന്നെ സ്നേഹിക്കുന്നവർക്ക് മനസ്സിലാവും ഞാൻ എന്തോ ഇങ്ങനെ പറഞ്ഞതിൻ്റെ ഉദ്ദേശമാണ്. രണ്ടാമതാണെങ്കിൽ വന്ന വഴിക്കാണെങ്കിൽ ഒരു മരത്തിൻ്റെ ചില്ല വന്ന് ആ ഇടത്തെ സൈഡിൽ കൊമ്പയിലടിച്ചിട്ട് അതിൻ്റെ ഒരു ഇല അവിടെ ഒടിഞ്ഞിരിപ്പുണ്ട്. അപ്പോൾ കാണിക്കും. അതാണ്ട് നമ്മുടെ ഫ്രണ്ട് കൊമ്പയിലാണ് ഇല ഒടിഞ്ഞിരിക്കുന്നത്. നന്ദു, നമ്മൾ ഒരാളുടെ കയ്യിൽ നിന്ന് പൈസ മുടക്കി ഒരു സാധനം വാങ്ങിച്ച്, നീ എൻ്റെ കയ്യിൽ നിന്ന് ഒരു വണ്ടി വാങ്ങിച്ചിട്ട് പോയെന്ന് വിചാരിച്ചോ. അത് നീ കഷ്ടപ്പെട്ട് നീ ഒത്തിരി പൈസ മുടക്കി നീ അത് പണിഞ്ഞ് നിന്റെ രീതിയിലാക്കി എടുത്തിട്ട് വന്നു. എന്നിട്ട് പഴയ വണ്ടിക്കാരുടെ പേര് പറഞ്ഞ് നമ്മളെ ആക്രമിക്കുന്നത് ശരിയാണോ തെറ്റാണോ? കാര്യം, നമ്മളൊരു വണ്ടിയുടെ വീഡിയോ ഇടുമ്പം വണ്ടിക്ക് അത് പറ്റി, വണ്ടിക്ക് ഇത് പറ്റി, അല്ലാതെ കണ്ട് ഞാൻ എൻ്റെ വീട്ടുകാരും വന്ന വീഡിയോക്കകത്ത് പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റുമോ? എൻ്റെ വണ്ടിയും ഞാനുമായിട്ടുള്ള വീഡിയോ ആകുമ്പം എനിക്ക് പറയാനുള്ള എന്തുവാ, നമ്മൾ പോയി വന്ന സ്ഥലം അല്ലെന്നുണ്ടെങ്കിൽ വണ്ടിക്കകത്ത് നടന്ന കാര്യങ്ങൾ, പിന്നെ രണ്ട് കല്യാണം വരുമ്പം നമുക്ക് എല്ലാവരുടെയും ഇടയ്ക്ക് പോയിട്ട് വീഡിയോ എടുക്കാൻ ഒരിക്കലും ഒക്കത്തില്ല. അപ്പോൾ വണ്ടിയുടെ വീഡിയോ വെച്ചാൽ ക്യാബിൻ്റെ അകത്ത് ഇരുന്ന് നമ്മളിപ്പം ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടു, കാര്യമൊക്കെ പറഞ്ഞാണ് ഇട്ടത്. ബൈ ചാൻസ് നമ്മൾ അങ്ങനെ ഒരുപാട് വട്ടം ചെയ്യുമ്പോൾ അതിനെയും കുറ്റം പറയാൻ തുടങ്ങും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയുള്ള വീഡിയോയും കാര്യങ്ങളൊന്നും ചെയ്യാത്തത്. പിന്നെ കഴിവതും നമ്മുടെ വണ്ടി ഇഷ്ടപ്പെടുന്നവർ എൻ്റെ വീഡിയോ കാണണം, അതേ എനിക്ക് എല്ലാവരോടും പറയാനുള്ളൂ. അപ്പോൾ നമ്മളിന്ന് ഇങ്ങോട്ട് വന്നേക്കുന്ന ഓട്ടത്തിൻ്റെ റേറ്റ് പറയാൻ അറിയത്തില്ല. നമുക്ക് എത്ര കിലോമീറ്റർ ഉണ്ട് ഇവിടെ വരെ? 13 കിലോമീറ്റർ ഉള്ള ആകെപ്പാട്. അപ്പം 30 കിലോമീറ്റർ കൂട്ടിക്കോ. അപ്പോൾ നമ്മൾ ഡീസൽ അടിക്കുന്നതും ബാലൻസും പറയുന്നില്ല. ഡീസൽ അടിക്കാത്തതിൻ്റെ മെയിൻ കാര്യം നമ്മൾ 5-ാം തീയതി പരിപാടി നമ്മുടെ മെയിൻ കാര്യം ഉണ്ടല്ലോ, അതിന് പറഞ്ഞിട്ട് ഇനി പറയും ഇനി അതിനുവേണ്ടി ആൾക്കാർ പൈസ തരാൻ വേണ്ടി ഞാൻ പറയുന്നത്. ഞാൻ ഇന്ന് വരെ ഏതെങ്കിലും ഒരു കുഞ്ഞുങ്ങളുടെ നിന്ന് പൈസ വാങ്ങിച്ചായിട്ട് നിങ്ങൾ ആരെങ്കിലും ഇതിൻ്റെ അകത്ത് കമൻറ്റ് ഇടാവോ? പിന്നെ ഞാൻ ലൈവ് ഇടുന്നത് വിട്ടു, ഞാൻ ലൈവ് ഇടുന്ന പരിപാടി അങ്ങ് വിട്ടു. കാരണം എനിക്ക് അതിനകത്ത് സൂപ്പർ ചാറ്റ് ചെയ്ത് കൂടി വന്നാൽ 10,000 എനിക്ക് കിട്ടിയിട്ടില്ല, എന്നാലും കിട്ടും. ഞാൻ അതിൽ കൂടുതൽ അതിൻ്റെ അകത്തിലെ പിള്ളേർക്ക് കൊടുത്തിട്ടുണ്ട്. എനിക്കറിയത്തില്ല, അങ്ങ് വളഞ്ഞിട്ട് ആക്രമിക്കുക, ചിലവന്മാർ പറഞ്ഞാൽ തെണ്ടാണ്ടിരിക്കുക. ഇതൊക്കെ എന്തിനാണോ നീയൊക്കെ നോക്കുന്നത് ഞാൻ ചോദിക്കുന്നത്. നിങ്ങളൊന്നും തരാൻ സൗകര്യപ്പെടുന്നില്ലെങ്കിൽ വിട്ടേര്, വെറുതെ വിട്ടേര്. ഞാനിങ്ങനെ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കും വെറുപ്പായെന്ന് എനിക്കറിയാം. ഇന്നത്തെ ഈ വീഡിയോ കൊണ്ട് ഞാൻ ഈ പരിപാടി നിർത്തുക. വീഡിയോ ഇടലല്ല, ഇനി ഞാൻ നെഗറ്റീവ് അടിക്കുന്നവന്മാരെ തിരിഞ്ഞു പോലും നോക്കത്തില്ല. എനിക്ക് നോക്കേണ്ട ആവശ്യമില്ലെന്നേ. കാരണം എനിക്ക് നല്ല രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്, പക്ഷെ തിരിഞ്ഞു പോലും നോക്കത്തില്ല. നീയൊക്കെ എന്തോ വേണേ വന്നിരുന്ന് പറഞ്ഞിട്ട് പോക്കോ, എന്നെ ബാധിക്കുന്ന കാര്യമേ അല്ല. സൗകര്യമുള്ളവർ വീഡിയോ കാണുക, അല്ലാത്ത പക്ഷം ഞാൻ പറഞ്ഞില്ലേ എന്നെ സ്നേഹിക്കുന്ന കുറച്ച് പേരുണ്ട്, അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോവാണ്. നന്ദി രാവിലെ ഒന്നും കഴിച്ചിട്ടില്ലെന്നാണ് പറയുന്നത്. ഇവൻ പിന്നെ ജന്മനാ കഴിക്കാത്തവനാ.
അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. നമ്മുടെ വണ്ടി അവിടെ കിടപ്പുണ്ട്, അതിൻ്റെ കൂടെ പൊന്നൂസ് കിടപ്പുണ്ട്. ട്രാവലറിൻ്റെ പേര് അച്ചായൻസ് എന്നാണ്, പക്ഷേ അതിൻ്റെ പേര് ശകലം മാഞ്ഞ് നിൽക്കുകയാണ്. ഈ വണ്ടി രണ്ട് എവിടുത്തെയാണെന്ന് എനിക്കറിയത്തില്ല. നമ്മൾ വിളിച്ചിടത്തുനിന്ന് നമ്മുടെ ഒരു വണ്ടി മാത്രമേ ഉള്ളായിരുന്നു കേട്ടോ, ഒറ്റ വണ്ടിക്കുള്ള ഓട്ടോ ഉള്ളായിരുന്നു. ബാക്കി രണ്ട് വണ്ടിയും എതിർ സൈഡിൽ നിന്ന് വന്നാണ്. ചെറുക്കൻ്റെ വീട്ടിൽ നിന്നാണോ പെണ്ണിൻ്റെ വീട്ടിൽ നിന്നാണോ ഓട്ടം എനിക്ക് സത്യം പറഞ്ഞാൽ അറിയത്തില്ല കേട്ടോ. നമുക്ക് വേറൊരാൾ തന്ന ഓട്ടമാണ്, വേറൊരു വണ്ടിക്കാരൻ തന്ന ഓട്ടമാണ്. നമ്മൾ കല്യാണ ഓഡിറ്റോറിയത്തിൻ്റെ അത് കല്യാണം നടക്കുന്നതേ ഉള്ളൂ. അപ്പം നന്ദുവും ആരോണും വന്ന ഇവിടെ നിന്ന് എന്തോ കുശലം പറയുന്നുണ്ട്. കുറേ പിള്ളേരൊക്കെ ഉണ്ട് വേറെ കേട്ടോ. ഇവന്മാർ രണ്ടും ഒത്തൊരുമിച്ച് വേറെ എന്തെങ്കിലുമൊക്കെ അപവാദങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും എപ്പോഴും. എന്തുവാടാ പറഞ്ഞുകൊണ്ടിരുന്നത് രണ്ടും കൂടെ? എന്താടാ? RC ഓടിച്ച് കാല് പോയി പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് കഴിച്ച് ഒരു മാൻ നിൽക്കുന്നു. പക്ഷേ മാനിന് മറ്റൊരു ഹൈനയുടെ ഒരു മുഖച്ചായ ഉണ്ടല്ലോ. അകത്ത് കല്യാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിതുവരെ ഓഡിറ്റോറിയത്തിൻ്റെ അതിലോട്ട് കയറിയിട്ടില്ല. ഇതാണ് ചെറുക്കനും പെണ്ണും. ചെറുക്കൻ്റെ പേര് വിഷ്ണു എന്നും പെണ്ണിൻ്റെ പേര് ആതിരയെന്നുമാണ്. നന്ദു അത്യാവശ്യം നല്ല വിശന്നാണ് വന്ന്. അവൻ കഴിച്ച് കഴിയാറായി. ഞാൻ ഇതുവരെ ചോറിനകത്ത് കൈപോലും വെച്ചില്ല. അവസാനം പായസം വന്നു. പഴം അറിയാതെ ഞാൻ നേരത്തെ എടുത്ത് കഴിച്ചു. എനിക്ക് ഈ ഊണ് സത്യം പറഞ്ഞാൽ സദ്യയായിട്ട് കഴിക്കാൻ അറിയത്തില്ല. തൊട്ടപ്പുറത്ത് ആളില്ലായിരുന്നു. ഞാൻ അവിടുന്ന് ഒരു പഴം തൽക്കാലത്തേക്ക് കടം എടുത്തു കേട്ടോ. അങ്ങനെ ഉച്ചയ്ക്കത്തെ സദ്യ വയറ് നിറച്ച് കഴിച്ചു. ഞാനിന്ന് ആദ്യമായിട്ടാണ്, ആദ്യം പരിപ്പ്, പിന്നെ സാമ്പാർ, പിന്നെ മോര്, അതിനിടയ്ക്ക് പായസമൊക്കെ വന്നായിരുന്നു കേട്ടോ. ഇത്രയും കറക്റ്റ് ലെവലിൽ ഞാൻ ഇന്നുവരെ കഴിച്ചിട്ടില്ല. പക്ഷെ അതെന്നെ കഴിക്കാൻ പഠിപ്പിച്ചത് ഇവനാണ്. ഇവൻ 2.5 നോക്കി കഴിച്ചു, ഞാനും 2.5 നോക്കി കഴിച്ചു. സത്യം പറഞ്ഞാൽ ഞാൻ ഇന്നുവരെ അങ്ങനെ കറക്റ്റ് ലെവലിൽ സദ്യ കഴിച്ചിട്ടില്ല കേട്ടോ. ഞാൻ നേരത്തെ കല്യാണത്തിന് പോകുന്നതിന് തൊട്ടപ്പുറത്തിരിക്കുന്ന നിലയ്ക്കകത്തിൽ എന്തുവാണോ കാണിക്കുന്നത് അതാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇന്ന് ഇവൻ എന്നെ കറക്റ്റ് അത് കാണിച്ചു തന്നു. വേറെ നിറച്ച് കഴിച്ചു. ഇനി കുറച്ച് നേരം റെസ്റ്റ് എടുക്കുക. ആൾക്കാർ കയറുമ്പോൾ തിരിച്ച് കൊണ്ടുവിടണം. അതാണ് ഇന്നത്തെ നമ്മുടെ പരിപാടി. പിന്നെ പിള്ളേരെല്ലാം ഇറങ്ങി കഴിയുമ്പോഴത്തേക്ക് ഒന്ന് വോക്കലിടണം. കുറച്ച് മുമ്പ് നമ്മൾ എൻട്രി ഇങ്ങോട്ട് കയറി വന്നപ്പോൾ വോക്കലിട്ടാണ് വന്നേ. ഇവൻ്റെ ഫോണാണ് ഇട്ടത്. ഇവൻ്റെ ഏതോ നല്ലവനായ കൂട്ടുകാരൻ ചുമ്മാ കടന്ന് വിളിച്ചുകൊണ്ടിരുന്നു. എൻ്റെ കയ്യിൽ അവനെ കിട്ടിയായിരുന്നെങ്കിൽ ഞാൻ അന്നേരം ഇങ്ങനെ ഇങ്ങനെ ഇടിച്ചാന്. ആ കണ്ടോ, ഒന്നിയിൽ എന്തെങ്കിലും അഴിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും നാശം കാണിക്കുക. കഴിഞ്ഞ ദിവസം മൈക്കിരുന്ന് കഴിച്ചതാ. ആദ്യം ടൈറ്റർ എടുത്ത് അതൊക്കെ മുറുക്കി. കുറച്ച് കഴിഞ്ഞാൽ കാര്യം മൈക്കെടുത്ത് മൊത്തം എടുത്ത് അഴിച്ചേക്കുന്നു. എന്നിട്ട് തിരിച്ചു വെച്ചു. ഇനി പാട്ട് പാടുമല്ലോ, ഇനി പാട്ട് പാടി നോക്കണം. പോയിരുന്നേറ്റ് കൊടുക്കാനുണ്ട് 150 രൂപ 1 കിലോയ്ക്ക്. എത്ര 60 കിലോ കാണുമായിരിക്കും. 60 കിലോ 40 കിലോ ആണല്ലോ. ആ എന്താ വേണേലും അഴിച്ചു തരും. ഉപകാരിയാണ് താനും. എന്നാൽ ഉപകാരത്തിനിടയ്ക്ക് ഒരു പണിയും നമുക്ക് കാണും. തൂക്കി കൊടുക്കാം. 150 കിലോ 150 രൂപ. അടുത്ത മാസം CC അടയ്ക്കാൻ പൈസ അല്ല, കിലോ 150 രൂപ. എൻ്റെ കുഞ്ഞുങ്ങളെ, ഞാൻ ആരുടെക്കലും നിങ്ങൾ എനിക്ക് പൈസ തരണമെന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ. പിന്നെ CCയുടെ കാര്യം ഇടയ്ക്ക് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ നിങ്ങളുടെയൊക്കെ വീഡിയോക്കകത്തിൽ ആദ്യമേ പറയുന്നുണ്ട്, എന്താണ് ഈ വണ്ടി എടുത്തു കഴിഞ്ഞുള്ള എൻ്റെ ജീവിതം, അതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അല്ലാതെ ഇതിൽ ഒരാൾ പോലും എനിക്ക് പൈസ തരണമെന്നോ ഒന്നും ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. ഞാൻ ആരെയും വാങ്ങിച്ചിട്ടും ഇല്ല, ഞാൻ കൊടുത്തിട്ടേ ഉള്ളൂ. ചിലർക്ക് ചെറിയൊരു ഡൗട്ട് കാണും, ഇനി ആ CC നിങ്ങൾ ആരെല്ലാം തരാൻ വേണ്ടി പറയുന്നതാണോ. എനിക്ക് ജോലി ചെയ്യാൻ നല്ല കഴിവുണ്ട്. ഞാൻ 365 ദിവസം ജോലി ചെയ്യുന്ന ടീമാണ്. എന്നെ എപ്പോഴെങ്കിലും റെസ്റ്റ് എടുത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു ദിവസം എനിക്ക് ഉറക്കം വന്ന് വയ്യെങ്കിൽ പോലും ഞാൻ എൻ്റെ കട വിട്ട് പുറത്ത് പോകാത്ത ഒരാളാണ്. ഈ വണ്ടി എടുത്തു കഴിഞ്ഞിട്ടാണ് ഞാൻ ഇത്രയും വരാൻ തുടങ്ങിയത്. ഒരു നന്ദുവിനോട് എനിക്ക് തോന്നുന്നൊരു 1.5 വർഷമായിട്ടുണ്ട്. ഈ 1.5 വർഷത്തിനിടയ്ക്ക് ഈ വണ്ടി എടുത്തു കഴിഞ്ഞാൽ നന്ദുവിനോട് ഞാൻ ഇത്രയും വട്ടം പോയത്. എല്ലാം അതിൽ കൂടുതൽ വന്നിട്ടുണ്ടോ? ഞാൻ ആരോടെ എങ്ങും പോകത്തില്ല. എൻ്റെ ഒരു കട ആ ഒരു ഫ്രെയിമിനകത്തിൽ മാത്രമേ എന്നെ എല്ലാവരും കണ്ടിട്ടുള്ളൂ. അപ്പം നിങ്ങളുടെ സപ്പോർട്ടും കൊണ്ടാണ് ഞാൻ എല്ലായിടത്തും വെള്ള ഷർട്ടൊക്കെ ഇട്ടിങ്ങി ഇറങ്ങുന്നത്. അപ്പോൾ ഇന്നത്തെ ഓട്ടം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം നമ്മൾ നേരെ വർക്ക്ഷോപ്പിലോട്ടാണ് പോകുന്നത്. ആൾക്കാരെല്ലാം ഇറങ്ങിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഇനി നമ്മൾ അടൂരുള്ള മഹാദേവ എന്ന് പറഞ്ഞ വർക്ക്ഷോപ്പിലോട്ടാണ് പോകുന്നത്. അങ്ങനെ നമ്മുടെ വണ്ടിയുടെ ചെറിയ ചെറിയ ലൊട്ടിലൊടുക്ക് പണികൾ തീർക്കാൻ വേണ്ടി നമ്മൾ അടൂർ മഹാദേവ വന്നേക്കുവാണ്. ഇന്നത്തെ കല്യാണ ഓട്ടം കഴിഞ്ഞു. നമ്മുടെ നന്ദുവും ആരോണുമാണ് ഇന്ന് കൂടെ. നമ്മുടെ BMW വന്നേക്കുന്നത്. ഇനി ട്രിപ്പിൾസ് അടിച്ച് പോകുമ്പോഴത്തേക്ക് വല്ലതും കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. എന്നിരുന്നാലും ഞാൻ റിസ്ക് എടുക്കുകയാണ്. നമ്മൾ വണ്ടി ചെറുക്കനെ വിട്ടേച്ച് പോവുകയാണ്. വണ്ടി എന്ന് പറഞ്ഞാൽ അപമാനിക്കത്തില്ല. ഇതെൻ്റെ ചെറുക്കൻ, എൻ്റെ മോൻ. ചെറുക്കനെ ഞാൻ ലുക്ക് മാറ്റാനായിട്ട് ഇടുക. ചെറുക്കനെ ഷർട്ടും മുണ്ടുമൊക്കെ എടുത്തിട്ട് ഇനി വരത്തുള്ളൂ. ഞങ്ങൾ മൊത്തം വെള്ളയുടെ ആളാകുക. അപ്പം നാളത്തെ വണ്ടിയുടെ വർക്ക് വീഡിയോ അല്ലെ വർക്ക്ഷോപ്പ് മെയിൻ്റനൻസ് പണിയുടെ വീഡിയോ ആണ്. അതിനടിയിൽ വന്ന് ആരും പൊങ്കാല ഇടാനായിട്ടൊന്നും വരുമൊന്നും വേണ്ട.